മുളയും ഇലകളും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നിർമ്മിതി. പരിസ്ഥിതി സൗഹൃദ പാതിരാമണലിനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ചൊരു പദ്ധതി വേറെ ഉണ്ടാകില്ല. വേമ്പനാട് കായലിന് നടുവിലെ ചെറുദ്വീപ്. നമ്മൾ മുഹമ്മക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പാതിരാമണലിൽ ജലഗതാഗത വകുപ്പിന്റെ പുതിയ ടൂറിസം പദ്ധതിയായ കുട്ടനാട് സഫാരിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ആംഫി തിയേറ്റർ. പ്രശസ്ത കലാസംവിധായകൻ സുരേഷ് കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ആംഫി തിയേറ്ററിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. മന്ത്രിമാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം ഈ വേദി തന്നെയായിരുന്നു. നാടൻ കലകൾ പരിപോഷിപ്പിക്കുന്നതിനൊപ്പം സഞ്ചാരികൾക്കത് കാണാനും അടുത്തറിയാനും അവസരമൊരുങ്ങുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു സ്ഥിരമായ മേൽവിലാസം ഉണ്ടാക്കാൻ നമ്മുടെ പാതിരാമണൽ ദ്വീപിന് സാധിക്കും. സ്കൂൾ കുട്ടികളടക്കം പങ്കെടുത്ത ചടങ്ങിലെ പ്രധാന ആകർഷണം ഇപ്റ്റയുടെ നാടൻ പാട്ടായിരുന്നു. വരും ദിവസങ്ങളിൽ നാടൻ കലകൾ സ്ഥിരമായി സഞ്ചാരികൾക്ക് ഈ വേദിയിൽ ആസ്വദിക്കാം. പ്രകൃതിയെ അടുത്തറിയാനും കേരളീയ തനത് കലകളിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനവും ഈ വേറിട്ട പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഒപ്പം സ്വകാര്യ ചടങ്ങുകൾക്കും മുൻകൂർ അനുമതിയോടെ ഈ വേദി പ്രയോജനപ്പെടുത്താം. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങാണ് ഇന്ന് പാതിരാമണൽ ദ്വീപിൽ അരങ്ങേറിയത്. കാലങ്ങളായി കുപ്പയിലെ മാണിക്യമായി ഒതുങ്ങിയ നമ്മുടെ പാതിരാമണലിന് ഇത്തരത്തിൽ വ്യത്യസ്തമായ പദ്ധതികളിലൂടെ ശാപമോക്ഷം ലഭിക്കട്ടെ. ഒപ്പം പാതിരാമണലിന്റെ കരുത്തിൽ മുഹമ്മയും അനുദിനം തിളങ്ങട്ടെ എന്ന് പ്രത്യാശിക്കാം.